വെൽക്കം ടു കോമേഴ്സ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനാണ്. ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റൻറ്റ് പിയൂൺ എന്ന വേക്കൻസിയിലേക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. 500ഓളം വേക്കൻസി ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. എനിക്ക് പെട്ടെന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ മലയാളത്തിലെ ഒരു ചൊല്ലാണ് ഓർമ്മ വന്നത്. എനിക്ക് ശരിക്കും ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിക്കുക എന്ന് പറയും, ഒരു നാടൻ ചൊല്ലുണ്ട്. കാരണം എന്താ പറയുക, ഇത് ഒരു പല യൂട്യൂബേഴ്സ് ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് ഉള്ള ഇതിൽ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നത് SBI ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലർക്ക് എന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ അവർ പിയൂൺ എന്നുള്ളത് ഒരിക്കലും ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല. അതുകൊണ്ട് നമുക്ക് ഇതാണ് എനിക്ക് പെട്ടെന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഓർക്കുന്നത്. പെട്ടെന്ന് ക്ലർക്കിൻ്റെ വേക്കൻസി വിളിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ സ്തബ്ധനായി. കാരണം IPS വഴിയല്ലാതെ ഒരു ഗവൺമെൻറ് ബാങ്കിനും ക്ലർക്കിനെ വിളിക്കാൻ പറ്റില്ല, SBI ഒഴിച്ച്. അപ്പോൾ പെട്ടെന്ന് ക്ലർക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് കണ്ടപ്പോൾ ആകെ ഇതായി. അപ്പോൾ അതിലെ ആശയക്കുഴപ്പമൊന്ന് നീക്കിക്കൊടുക്കാം. കുട്ടികൾക്ക് ഇതിലുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. നമുക്ക് അതിലേക്ക് പോകാം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത PDF-ലേക്ക് പോകാം. ബാങ്ക് ഓഫ് ബറോഡ നോക്കിയേ, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഇതാണ് പലരും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ദ വേക്കൻസി ഈസ് ഫോർ പിയൂൺ ഓൺ റെഗുലർ ബേസിസ് ഇൻ സബോർഡിനേറ്റ് കേഡർ ഇൻ ബാങ്ക് ഓഫ് ബറോഡ. അതായത് പിയൂൺ എന്ന പോസ്റ്റിലേക്ക് അധികം കോൾ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിയൂൺ എന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഒരു ബാങ്കിലേക്ക് കയറുന്നതിൻ്റെ ആദ്യ ചൂട്ടുപടിയാണ്. ക്ലർക്കിനേക്കാൾ താഴ്ന്ന ഒരു പോസ്റ്റ്, അതുവഴി നിങ്ങൾക്ക് ഉയർന്നു പോയേക്കാം. അത് എപ്പോഴും ഒരു ചവിട്ടുപടിയായിട്ടാണ് പിയൂണിനെ കാണും. ഞാനിതുവരെ അങ്ങനത്തെ ഒരു വേക്കൻസി കണ്ടിട്ടില്ല ഇങ്ങനെ വിളിക്കുന്നത്. സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയും. സോ പിയൂണാണ് ഇത്. അതിലേക്ക് ഇനി നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കുറേ കാലത്തിന് ശേഷമായിരിക്കും പിയൂൺ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ സാധാരണ ബാങ്ക് അപ്ലൈ ചെയ്യുന്ന പോലെ ഓൺലൈനാണ്. 3/5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മെയ് 3-ാം തീയതി തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് 23 23/5 എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ വേക്കൻസികൾ നോക്കാം. ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, വേക്കൻസി വിളിച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ 500 ഓൾ ഇന്ത്യയാണ്. ഒരിക്കലും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പറയരുത്, നിങ്ങൾ അതിലൊന്നും പോയി വീഴരുത്. 500 വേക്കൻസിയാണ്, വേഗം പോയി അപ്ലൈ ചെയ്തു എന്നൊക്കെയായിരിക്കും പലരും പറയുന്നത്. അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ 500 എണ്ണം നമുക്ക് അപ്ലൈ ചെയ്യാനും 500 എണ്ണം നമുക്ക് അവകാശപ്പെട്ടതും അല്ലത്. അതെപ്പോഴും ഓർത്തോളുക. സോ നമ്മൾ ഉള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. കുട്ടികളെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് കോമ്പസ് അക്കാഡമിയുടെ പോളിസി. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ വേക്കൻസിയിലേക്ക് നോക്കാം. നോക്കുക, വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ നോക്കുക. ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസികൾ അവർ കൊടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് 22, അങ്ങനെ ഇതിലേക്ക് വരിക. ഇതിൽ നമുക്ക് നോക്കുക. എന്നിട്ട് കാറ്റഗറി വൈസ് SCക്ക് എത്ര, ST എത്ര, OBC, EWS, UR ആണ് നിങ്ങൾ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറി എന്നുള്ളതാണ് UR. മറ്റേതൊക്കെയും എക്സ് സർവീസും അങ്ങനെ അംഗവൈകല്യമുള്ളവരും അങ്ങനത്തെ ഇതാണ് അതിൻ്റെ ഇതിലേക്ക് വരുന്നത്. അതിലേക്ക് സോ ഇത്രയും വേക്കൻസിയാണുള്ളത്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എല്ലാ സ്റ്റേറ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. അല്ലാതെ വെറുതെ കൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ അല്ലേ എല്ലായിടത്തും പോയി അങ്ങ് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഒരിക്കലും തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണം, നിങ്ങൾ കേരളയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിരിക്കണമെന്നുള്ളത് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുണ്ട്. ആ 8ാം ക്ലാസ് വരെ മലയാളം പഠിക്കാത്തവർക്ക് വേണ്ടി അവർ ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് നടത്തും. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ആ ഒരു ടെസ്റ്റ് നടത്തും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കേരളത്തിലേക്ക് നോക്കുക. നമ്മുടെ വേക്കൻസി എത്ര? 19. അപ്പോൾ 500 എന്നുള്ള വലിയ സംഖ്യയിൽ നിന്ന് നമ്മളെവിടേക്ക് എത്തി? 19 എന്നുള്ളത് എത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SC STക്ക് 1. നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസിയേ ഉള്ളൂ? 1 ഉള്ളൂ. OBC 5, OBCക്ക് 1. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവർക്ക് 1. ഇനി ജനറൽ കാറ്റഗറി എത്ര ഉണ്ട്? 12. കണ്ടോ? അപ്പോൾ നമ്മൾ ജനറൽ വരെ കണ്ടു. നിങ്ങൾ ഈ കാണുന്ന 500 വേക്കൻസിയിൽ ഉൾപ്പെടുന്ന ഇത് മാത്രമേ ഉള്ളൂ. എക്സ് സർവീസ്മെൻറ്റ് 4, ഇതൊരിക്കലും ഈ വേക്കൻസിയിൽ പെടിയില്ല.
എക്സ് സർവീസ്മെൻ്റെ എന്താ ഡിപ്പെൻഡൻസ്, ആക്ഷനിൽ കിൽ ചെയ്തപ്പെട്ടവരുടെ ഡിപ്പെൻഡൻസ്, അവർക്കൊക്കെയുള്ള വേക്കൻസിയാണ് അത്. ഈ PWD വേക്കൻസി എന്നുള്ളത് ഇതിനകത്ത് വരില്ല, അത് വേറെ സെപ്പറേറ്റ് ആണ്. സോ നമ്മൾ ഇതെല്ലാം കൂട്ടിയാൽ തന്നെ നിങ്ങൾ നോക്കിയേ 252 + 42 108 33 65 ഇതെല്ലാം കൂട്ടിയാണ് 500 വേക്കൻസി. സോ 500 വേക്കൻസി എന്ന് പറയുന്നത് എക്സ് സർവീസ്മെന് ബാധകമല്ല. എക്സ് സർവീസ്മെൻ കേരളത്തിൽ 4 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ അവസ്ഥ. നിങ്ങൾക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ 12ലാണ്. ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ 1ലാണ്. EWS ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ 5ലേ ഉള്ളൂ. OBC ആണെങ്കിൽ, SC ST ആണെങ്കിൽ, SC ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ കാണിച്ചിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പരീക്ഷ വാലിഡ് ആകത്തുള്ളൂ, നിങ്ങളുടെ റിസൾട്ട് വാലിഡ് ആകത്തുള്ളൂ. സോ ഇതാണ് ഈ 500 എന്ന് കൊട്ടിഘോഷിക്കുന്നതിൻ്റെ അവസ്ഥ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ചാടിക്കയറി 500 വേക്കൻസി കൊണ്ട് പോയി അപ്ലൈ ചെയ്ത് കളയാമെന്നല്ല. ഈ 500ന് വേണ്ടി തന്നെ കടിപിടി കൂടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഓർക്കുക, ഞങ്ങളൊക്കെ പണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ തൊഴിൽ വീതിയിലൊക്കെ തൊഴിൽ വീതിയായിരുന്നു അന്ന് ഞങ്ങളുടെ ആശ്രയം. ഈ ഗൂഗിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ തൊഴിൽ വീതി വരും. സ്റ്റേറ്റ് ബാങ്കിൽ 10,000 ഒഴിവുകൾ. ഈ 10,000 ഒഴിവുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് ചിലപ്പോൾ ഇപ്പോൾ 100 മാത്രമേ കാണത്തുള്ളൂ എന്ന് ധരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളാണിതൊക്കെ. സോ നിങ്ങൾ ഇതിനകത്തൊന്നും വീഴാതിരിക്കുക. ഇതാണ് സത്യം. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേരളത്തിലുള്ളവർ, കാരണം നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം. 24, രാജസ്ഥാൻ 46, അതൊക്കെയും പോട്ടെ. നമ്മുടെ കർണാടക 31. പക്ഷേ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിനായിട്ടൊരു ടെസ്റ്റ് നടത്തും. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ പോലും ആ ടെസ്റ്റിൽ തോറ്റുപോയാൽ നിങ്ങൾക്കൊരിക്കലും അത് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, ബാങ്കിൽ 3 ടൈപ്പ് ജോലിയുണ്ട്. ഒന്ന് പിയൂൺ, ഒന്ന് ക്ലറിക്കൽ പോസ്റ്റ്, ഒന്ന് ഓഫീസർ പോസ്റ്റ്. ഈ വരുന്ന ഓഫീസർമാർക്കൊന്നും മിക്കവാറും ഭാഷ അറിയത്തില്ല, കാരണം അത് ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. ക്ലറിക്കലിനും കണക്കാണ്. പിന്നെ ആ നാട്ടുകാരനെ തന്നെ കിട്ടിയാൽ നല്ലത്. പക്ഷേ ഒരു പിയൂണിന് അങ്ങനെയല്ല. പിയൂണിനാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. കാരണം അവനോടാണ് ആൾക്കാരെല്ലാം മിങ്കിൾ ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നത് അവനോടാണ്. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ വെറുതെ പോയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വേക്കൻസിയുടെ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞാൽ ദയവായി അതിൽ വീഴരുത്. സത്യാവസ്ഥ ഇത് മാത്രമാണ്. സോ നമുക്ക് നോക്കാം, മുന്നോട്ട് പോകാം. നമുക്ക് ഇനി എന്താ നമുക്ക് കാണാനുള്ളത് നോക്കുക. ഡീറ്റെയിൽസ് ഓഫ് പൊസിഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സോ ആകെ 500 വേക്കൻസി 500. ഏജ് നോക്കുക, പിയൂണിന് 18 to 26 ക്ലർക്കിന് അത് 21 to 28 ആണ്. എന്നാൽ പിയൂണിന് മിനിമം 18 ആയിരിക്കണം, മാക്സിമം 26. അവരൊരു ഡേറ്റ് ഓഫ് ബർത്ത് പറയും, അതിനുള്ളിൽ വരണം. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. അപ്പോൾ 18 വയസ്സ്, മാക്സിമം 26 വയസ്സ്, 27 വയസ്സാണ്. പിന്നെ ഓരോ ഇതിനും അതിനുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് താഴെ കാണാം. അല്ല, നിങ്ങൾ ജനറൽ ആണെങ്കിലാണ് ഇത്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൂടെ ഇളവ് കിട്ടും. SC ST ആണെങ്കിൽ 5 വർഷം കൂടെ ഇളവ് കിട്ടും. പിന്നെ എക്സ് സർവീസ്മെനും അങ്ങനെയൊക്കെ, വിഡോയ്ക്കും അങ്ങനെയൊക്കെയാണ്. സോ ഇനി നമുക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. പാസ് ദ 10th സ്റ്റാൻഡേർഡ്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാകണമെന്നുള്ളൊരു യോഗ്യത മാത്രമേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾ ഓർക്കുക, 10ാം ക്ലാസ് പാസ്സായവർ മാത്രമല്ല ഈ പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് മിനിമം യോഗ്യതയാണ്. +2, ഡിഗ്രി, PG, PhD ചെയ്ത എല്ലാവരും നമ്മുടെ PSC അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. PSC ചിലപ്പോൾ അധിക യോഗ്യതയുണ്ട്, അതാകുമ്പോൾ തള്ളിക്കളയും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, ആർക്ക് വേണേലും ഇത് എടുക്കാമെന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി ഇഷ്ടം പോലെ കടിപിടി കൂടുന്ന ആൾക്കാർ കാണും. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ 500 വേക്കൻസി നമ്മൾ നമ്മുടെ കണ്ണ് തല്ലും. അങ്ങനെയല്ല. നമുക്ക് കേരളത്തിൽ 12 ഇല്ല 19 വേക്കൻസിയാണ് ഉള്ളതെന്നുള്ള ഓർമ്മ വേണം. ദെൻ രണ്ടാമത് അവർ പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷൻഡ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ദാറ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി ഏബിൾ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ്. അതാണ്, നിങ്ങൾ എഴുതാനറിയണം, വായിക്കാനറിയണം, പറയാനറിയണം. സോ വിച്ച് വേക്കൻസീസ് കാൻഡിഡേറ്റ്സ് എവിടെയത്തെ കാണോ സ്റ്റേറ്റിലേക്ക് അത് നിങ്ങൾക്കറിയണം. അത് നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ടേ ജോലി കിട്ടിയിട്ടേ അതിൻ്റെ ടെസ്റ്റ് ഉള്ളൂ. അത് വേറെ കാര്യം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ദെൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ റോൾസ് ആൻഡ് റെസ്പോൺസ്, ഒരു പിയൂണിന് വേണ്ട റോൾസ് റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് അതിനകത്ത് അവരെന്തൊക്കെ പറയുന്നോ ആ കാര്യങ്ങൾ. അതിനനുസരിച്ചുള്ള സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ്. അതിനനുസരിച്ച് പിയൂണിന് എന്തൊക്കെയാണ് പണി എന്നുള്ളത് അവിടെ അനുസരിച്ചുണ്ട് അതിനകത്ത്. ഇനി നോക്കുക, സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് പേ 19,500. നല്ലൊരു പേ ആണ്.
19,000 സ്റ്റാർട്ട് ചെയ്ത് ഇത് പലതരത്തിലുള്ള 625 വെച്ച് 4 പ്രാവശ്യം കൂടി അത് 22,000 830 5 പ്രാവശ്യം കൂടി 26,000 അങ്ങനെ പോകും. സോ നിങ്ങളുടെ പേയ്മെൻറ്റ് ഇങ്ങനത്തെ കൂടി നിങ്ങൾക്കിത് ഓരോ തവണയും കൂടുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൂടി അത് 37,815 അത് മാറാം, മനസ്സിലായോ? മുന്നോട്ടുള്ള ഓരോ തവണയും സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അമെൻമെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ ശമ്പളം കൂടാം. എമോൾമെൻറ്റ്സ് ഇനിയും ശമ്പളം മാത്രമല്ല, നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, അതെപ്പോഴും ഓർക്കുക. സോ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് DA ഡിയർനെസ് അലവൻസ്, HRA, CCA, സ്പെഷ്യൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സ്പെഷ്യൽ പേ, ലീവ് ഫെയർ കൺസെഷൻ, ലീവ് എൻകാഷ്മെൻറ്റ്, ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സെൽഫ്, നമ്മുടെ വീട്ടുകാർക്കും നമുക്കും എല്ലാം മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ എയ്ഡ്, ഗ്രാറ്റുവിറ്റി, ഡിഫൈൻഡ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം, സ്റ്റാഫ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി, അതായത് സ്റ്റാഫിന് ഓവർ ഡ്രാഫ്റ്റ് കിട്ടുന്നത്, ഹോം ബിൽഡിംഗ് ലോൺ, കൺവെയൻസ് ലോൺ, അങ്ങനെ ഗ്രൂപ്പുകളും ലോണുകളും ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാഫ്. സോ ഇത് കൂടാതെ ഉള്ള സ്കീമുകളും നിങ്ങൾക്കുള്ള അർഹതയുള്ള ലോണുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ബെനിഫിറ്റ്സ് അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം. സോ ശമ്പളം മാത്രമല്ല, നിങ്ങൾക്കൊരു ലോൺ വേണോ, നിങ്ങൾ ബാങ്കിൻ്റെ എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ചായിരിക്കും ബാങ്ക് തരുന്നത്. ബാക്കിയുള്ളവർക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. സോ പിന്നെ നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇൻഷുറൻസും ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, അങ്ങനെ എന്തുകൊണ്ട് അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. സോ നമുക്ക് നോക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി. സാധാരണ ഉള്ളതുപോലെ തന്നെ എലിജിബിലിറ്റിയാണ് അതിനകത്ത്. സോ അതിൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾ എല്ലാ ഇതിലും കാണുന്ന ഇതാണ് അതിനകത്ത്. സോ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇന്ന കൺട്രീസിൽ നിന്നൊക്കെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തായിരിക്കണം 1962 മുമ്പ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ അത് വളരെ കുറവാണ്. ദെൻ അതിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ സാധാരണ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അത് വേണ്ട, നിങ്ങൾ വേറെ രാജ്യത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി കാണിക്കണമെന്നാണ് പറഞ്ഞത്. ദെൻ ഏജ് ഇവിടെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 18 വയസ്സ്, മാക്സിമം 26 ഇയേഴ്സ്. അതായത് ഉദാഹരണം, എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 1/5/1999. ഇതിന് മുമ്പായിരിക്കരുത്. 1/5/1900 അതും കൂടെ കൂട്ടാം. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 1/5/1999 അതായിരിക്കണം നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഒരിക്കലും നിനക്ക് 30/4/1999 വരാൻ പാടില്ല. അത് എന്തായാലും അവർ സമ്മതിക്കില്ല. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുമ്പോഴേ കമ്പ്യൂട്ടർ അത് നിരസിക്കും. സോ പിന്നെ നോട്ട് ലേറ്റർ എവിടെ വരെയാ? 1/5/2007 വരെ. സോ ഈ ഡേറ്റിനകത്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് ഇത്ര വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രായത്തിലല്ല കാര്യം, ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ വരണം. ഇതാണ് പലയിടത്തും സംഭവിക്കുന്നത്. സോ അത് നോക്കുക. ദെൻ ഇനി ഞാൻ പറയില്ലേ ഏജ് റിലാക്സേഷൻ, SC/STക്ക് 5 വയസ്സ്, അതർ ബാക്ക്വേർഡ് 3 ഇയേഴ്സ്, ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10, അങ്ങനെ ഇതിലേക്ക് വരുന്നു. സോ ഇതെല്ലാം സർട്ടിഫിക്കറ്റ്സിൻ്റെ ബേസിലാണ്. അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. OBC തന്നെ ക്രീമി ലെയറിനകത്ത് വരുന്നവരുണ്ട്, ക്രീമി ലെയറിൽ ഇല്ലാത്തവരുണ്ട്. സോ ക്രീമി ലെയർ നോക്കിയിട്ടാണ് അതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളും ഒക്കെ വരുന്നത്. OBC എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ ആനുവൽ ഇത് എനിക്ക് തോന്നുന്നു 8 lakhs ആണെന്ന് തോന്നുന്നു. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് OBCയുടെ പരിഗണന കിട്ടില്ല. അതെപ്പോഴും ഓർത്തുകൊള്ളുക. സോ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ജനറൽ കാറ്റഗറി തന്നെയുള്ള ഇതാണ് എക്കണോമിക്കലി വീക്കർ സെഷൻ. നിങ്ങൾ എക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടും. അതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്, പക്ഷേ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. സോ അതിന് എന്തൊക്കെ വേണമെന്നുമുണ്ട്. ഇൻകം, ആനുവൽ ഇൻകം ബിലോ 8 lakhs ആയിരിക്കണം. അങ്ങനെ നിങ്ങളുടെ 5 acres ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് എബോവ്, റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓഫ് 1000 square feet എബോവ്, റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് സ്ക്വയർ യാർഡ്സ്, അങ്ങനെ അതിൻ്റെ നിബന്ധനകളൊക്കെ. അപ്പോൾ EWS അപ്ലൈ ചെയ്യേണ്ടവർ ശരിക്കും അത് നോക്കിയിട്ട് നിങ്ങളുടെ തഹസിൽദാറുടെ അടുത്ത് ചെന്ന് എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന്, സർട്ടിഫിക്കറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ EWSന് അപ്ലൈ ആവും. വെറുതെ അപ്ലൈ ചെയ്തിട്ട് അവസാനം ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് EWSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത് വളരെ പ്രശ്നമാകും. സോ അത് ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം നമുക്ക്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു 10th സ്റ്റാൻഡേർഡ് പാസ് ഓർ ഇറ്റ്സ് ഈക്വലൻ്റ് എക്സാം. ഓക്കെ, പിന്നെന്താ, പ്രൊഫഷൻസി ഇൻ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ വിച്ച് വേക്കൻസീസ് എ കാൻഡിഡേറ്റ് വിഷസ് ടു അപ്ലൈ ഈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് രണ്ടും അറിയണം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സുകാർ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊരു മിനിമം യോഗ്യത മാത്രം ആണ്. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ദെൻ
രണ്ടാമത് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓൾ ദി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ഷുഡ് ബി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ഓൺ ഓർ ബിഫോർ 1/5/2000. മെയ് 1 മുമ്പ് നിങ്ങളുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തവർക്ക് മാത്രമായിരിക്കും ഇത് എഴുതാനുള്ള അവസരം. അതിന് പ്രോക്കംബർ ഡോക്യുമെൻറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി, ഇത് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? അതിനകത്ത് ഡേറ്റ് ഓഫ് പാസിംഗ് ദ എക്സാമിനേഷൻ വിച്ച് ഈസ് റെക്കൺഡ് ഫോർ എലിജിബിലിറ്റി വിൽ ബി ദ ഡേറ്റ് ഓഫ് പാസിംഗ് അപ്പിയറിംഗ് ദ മാർക്ക് ഷീറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ബോർഡ് യൂണിവേഴ്സിറ്റി. പലർക്കും ഉള്ള ഇതെന്ന് വെച്ചാൽ, സാറേ ഞാൻ എന്നാണ് പാസ്സായെന്ന് എനിക്കറിയില്ല, ഏത് മാസമാണ് പാസ്സായെന്ന് പലർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഏത് ഡേറ്റ് ആണോ കൊടുത്തിരിക്കുന്നത് അത് 1 മാർച്ചാണെങ്കിൽ അന്നായിരിക്കും നീ പാസ്സായത്, അന്ന് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. സോ അത് കാരണം അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്, അവർ തരുന്നതാണ്, അത് തെറ്റാറില്ല, അത് ഓർത്താൽ മതി. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതെല്ലാം കറക്റ്റായിരിക്കണം, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ആയിരിക്കണം. ഇത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നാളെ ടെസ്റ്റ് എഴുതി കിട്ടിയാൽ നിങ്ങൾ 2 കാര്യത്തിന് ചെല്ലേണ്ടി വരും. ഒന്ന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ആ സമയത്ത് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയുണ്ടോ അതെല്ലാം, നിങ്ങൾ ഡിഗ്രി കാണിക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി വരും, അതിൻ്റെ എല്ലാം ഒറിജിനൽ വിത്ത് എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റ്. 2, നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതിൻ്റെ ഡോക്യുമെൻ്റ് വേണം. ഞാൻ പറഞ്ഞ OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ ഇല്ലാത്തതാണോ ഉള്ളതാണോ, സോ അതിൻ്റെ ഇത് ജനറലാണ്. പിന്നെ ഇതിൻ്റെ ഒന്നും കാര്യമില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. പക്ഷേ അതിനെ ബേസ് ചെയ്തായിരിക്കും അവർ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നത്. ഏത് നിമിഷവും നിങ്ങളുടെ ജോലി കളയാൻ, അതായത് ഇതെല്ലാം സത്യമാണെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്ന് ഓർക്കുക. സോ ഇനി ഇപ്പോഴത്തെ ബാങ്കുകളിലൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള ആളാണോ എന്ന് നോക്കിയിട്ടേ ബാങ്ക് വിളിക്കത്തുള്ളൂ. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി? എന്താണ് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. നിങ്ങളുടെ പേരിലാണ് ലോൺ, നിങ്ങളുടെ അച്ഛനെ എടുത്തെങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും ലോൺ വരുന്നത്. നിങ്ങളത് മര്യാദയ്ക്ക് അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ താഴേക്ക് പോകും. നിങ്ങളുടെ സിബിൽ സ്കോർ ഒരു സ്ട്രെങ്തൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ബാങ്ക് കുറച്ച് പ്രയാസപ്പെടും. കാരണം അവരത് തരില്ല. കാരണം നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾക്ക് ബാങ്ക് ജോലി കൊടുക്കാൻ സാധ്യതയില്ല. കാരണം വിശ്വാസ്യതയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വിശ്വാസ്യതയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സോ അതെപ്പോഴും ഓർത്തുള്ളത്. അത് ഇപ്പോഴത്തെ അപ്ലൈ ചെയ്യുന്നതിലൊരു പ്രശ്നം. അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താണ്. ദ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ ദ എബവ് പൊസിഷൻ ഷാൾ എൻഷുർ ദാറ്റ് ദേ മെയിൻറ്റെയിൻ എ ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി. ക്രെഡിറ്റ് ഹിസ്റ്ററി എപ്പോഴും ലോൺ എടുത്തിട്ട് നമ്മൾ അടയ്ക്കുന്നതാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി. ആൻഡ് ഷാൾ ഹാവ് എ മിനിമം സിബിൽ സ്കോർ ഓഫ് 650 ഓർ എബവ്. കണ്ടില്ലേ, എത്ര സ്കോർ വരണം? 650 ഓർ എബവ് ആണ് ഒരു നല്ല ഹെൽത്തി ഇതുള്ളത്. അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് കണ്ടോ, ഇത് ഈ സമയത്ത് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴല്ല, ജോയിനിങ്ങിൻ്റെ സമയത്ത്. ഇല്ലെങ്കിൽ എന്താണെന്നുള്ള അവർ പറയും. ദ മിനിമം ക്രെഡിറ്റ് സ്കോർ വിൽ ബി ആസ് പെർ ദ ബാങ്ക്സ് പോളിസി അമെൻഡഡ് ഫ്രം ടൈം. അവർ മിനിമം എന്താണെന്ന് അവർ അന്നേരം പറയും അതിനകത്ത്. ഇനി എന്താ, ദോസ് കാൻഡിഡേറ്റ്സ് ഹൂസ് സിവിൽ സ്റ്റാറ്റസ് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ബിഫോർ ദ ജോയിനിങ് ഹൗ ടു എയ്തർ ഗെറ്റ് ദ സിവിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ഓർ പ്രൊഡ്യൂസ് എൻഒസി ഫ്രം ലെറ്റർ. അതായത് നിങ്ങളുടെ സിവിൽ സ്റ്റാറ്റസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ലോണുണ്ട്, സിവിൽ സ്റ്റാറ്റസ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ബാങ്കിൽ നിന്ന് എൻഒസിയും ഒക്കെ മേടിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെയും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, കാൻഡിഡേറ്റ്സ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട് ഷാൾ നോട്ട് ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സിവിൽ സ്റ്റാറ്റസ്. സിവിൽ സ്കോർ റിക്വയർമെൻറ്റ് ഈസ് നോട്ട് എ പ്രീ കണ്ടീഷൻ ടു അപ്ലൈ. അതായത് നിങ്ങൾക്ക് ലോണോ ഒന്നുമില്ല, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ ലോൺ അക്കൗണ്ടിലാണ് സിബിൽ വരുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെന്താ പറഞ്ഞേ, ഇത് അപ്ലൈ ചെയ്യുന്നതിനൊരു ഇതേ അല്ല. അപ്ലൈ ചെയ്യണമെങ്കിൽ സിബിൽ സ്കോർ 650 എന്നല്ല അവർ പറഞ്ഞത്. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ അവർ ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി കിട്ടിയാൽ സൂക്ഷിക്കണം. അപ്ലൈ ചെയ്യുന്നതിന് ഇതൊന്നും ബാധകമല്ല. അതിനകത്ത് ഇനി നമുക്ക് ഫീസിലേക്ക് കിടക്കാം. എന്താണ് ഫീസ്? സാധാരണ ബാങ്ക് ഇതിനൊക്കെ 800-900 ആണ് ചാർജ് വരുന്നത്. സോ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ₹600 പ്ലസ് ആപ്ലിക്കബിൾ ടാക്സ് പ്ലസ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജ്. അപ്പോൾ ഏകദേശം 700-നൊക്കെ മേളി വരുമെന്നാണ് എൻ്റെ ഒരു ഇത് വരുന്നത്. അതിനകത്ത് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ, ജനറൽ, EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സ്. ആർക്കാണ് ഈ 700 സംതിങ് വരുന്നത്? ഇല്ല 700 വരുന്നത്, അത് ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സ്. എന്നാൽ സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇതിൽ ₹100
അത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ടാക്സ് പ്ലസ് പേയ്മെൻറ്റ് ഗേവ്. അപ്പോൾ 200 താഴെ അത് വരത്തുള്ളൂ. അതിനകത്ത് ആർക്കൊക്കെ? SC ST, PWBD, എക്സ് സർവീസ്മെൻ, ഡിസേബിൾഡ് എക്സസ്മെൻ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വുമൺ കാൻഡിഡേറ്റ്സ് ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഇത്രയും രൂപ ചിലവാകും, നിങ്ങൾക്ക് പേടിക്കേ വേണ്ട. പെണ്ണുങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ് എപ്പോഴും ഒരു സബ്സിഡി കൊടുക്കാറുണ്ട്. സോ ബാങ്കും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. സോ നിങ്ങൾക്കിതേ ഉള്ളൂ ഫീസിൻ്റേത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ കേരളമാണെന്ന് വെക്കുക, നിങ്ങളുടെ വീട് എറണാകുളമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പം കിട്ടുന്ന മലപ്പുറം ആയിരിക്കും. അത് എന്താണോ ബാങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എവിടെയാണ് വേക്കൻസി അതനുസരിച്ച്, അല്ലാതെ വീടിനടുത്ത് കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് അതാണ്. ദെൻ പ്രൊബേഷൻ പീരീഡ്. അതായത് നിങ്ങൾ ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫ് അല്ല, നിങ്ങൾക്കൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഫോർ PO ഇറ്റ് ഈസ് 2 years, എനിക്കൊന്ന് ക്ലർക്ക് 1-1.5 വർഷമാണ് അതിലേക്ക്. എന്നാൽ പിയൂണിന് അത് 6 months ആണ്. ആഫ്റ്റർ വിൽ ബി കൺഫേംഡ്, നോക്കിക്കേ, വിൽ ബി കൺഫേംഡ് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ സെയിം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കൺഫേംഡ് എംപ്ലോയി ആവും. എന്താണ് പ്രൊബേഷൻ ഇതിലുള്ളതും കൺഫർമേഷനിലുള്ള എംപ്ലോയിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മുമ്പേ പറഞ്ഞ ഈ അലവൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയും ഒരു എന്താ കൺഫേംഡ് എംപ്ലോയിക്കേ കിട്ടത്തുള്ളൂ. സാലറി ഇതൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇൻഷുറൻസ് കാര്യങ്ങൾ, ലോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കൺഫേംഡ് എംപ്ലോയി ആയിരിക്കണം. സോ ഇതാണ് ഇതിനകത്തെ ഇത്. സോ ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് സെലക്ഷൻ. പിയൂൻ്റെ പോസ്റ്റ് ഞാൻ പറയില്ല ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ എങ്ങനെയാണ് ക്ലർക്കും POയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക്. സോ ഇനിയും അതാണ് നമുക്കറിയേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ നമ്മൾ കണ്ടു, എലിജിബിലിറ്റി കണ്ടു, പ്രായം കണ്ടു, ഇതെല്ലാം നമ്മൾ കണ്ടു. ടെസ്റ്റ് എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ എല്ലാം ഓൺലൈൻ ടെസ്റ്റുകളാണ്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റാണ്. സെലക്ഷൻ പ്രോസസ് മേ കംപ്രൈസ് ഓൺലൈൻ ടെസ്റ്റ് ഫോളോഡ് ബൈ ലോക്കൽ വെർണക്കുലർ ലാംഗ്വേജ് ടെസ്റ്റ്, LPT എന്ന് പറയും, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്. ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ ടെസ്റ്റ് ഫോളോഡ് ബൈ ലോക്കൽ വെർണക്കുലർ. ലോക്കൽ LPT എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കഴിയുന്ന പറഞ്ഞാൽ LPT ആണെന്ന് പലരും തെറ്റിദ്ധരിക്കും. അതങ്ങനല്ല. എന്താ പറഞ്ഞേക്കുന്നത്? ടെസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആർക്ക് മാത്രമേ ഉള്ളത്? ക്വാളിഫയിങ് ഓർ പാസിങ് ദ ഓൺലൈൻ ടെസ്റ്റ്. നിങ്ങൾക്ക് ഒരു ഡേറ്റിൽ ഓൺലൈൻ ടെസ്റ്റ് കാണും, നിങ്ങളത് പാസ്സാവുകയാണെങ്കിൽ പിന്നെ വേറെ ഇതൊന്നുമില്ല. നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകും? LPTക്ക് വിളിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കറക്റ്റാണോ? ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റാണെങ്കിൽ അടുത്ത നിങ്ങളുടെ അന്ന് തന്നെ LPTയും കാണും, അതായത് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ മലയാളം, നിങ്ങൾ മലയാളി ആയിരിക്കാം, പക്ഷേ നിങ്ങൾ 8ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ CBSE ആയിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് മലയാളം എഴുതിപ്പിക്കും, വായിപ്പിക്കും, അല്ലേ, പറയിപ്പിക്കും. സോ നിങ്ങൾക്കത് അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. 8ാം ക്ലാസ് വരെയുള്ള സർട്ടിഫിക്കറ്റ്, ബാങ്ക് എന്തും വിശ്വസിക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടാണ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തോളൂ. സോ ഓൺലൈൻ ടെസ്റ്റ് വിജയിക്കുക, അത് കഴിഞ്ഞ് LPT, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോടെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇത് ചെയ്യുക. ദെൻ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, നമ്പർ ഓഫ് എലിജിബിൾ ആപ്ലിക്കൻസ് റിസീവ്ഡ് ഈസ് ലാർജ് ഓർ ലെസ്. ലാർജ് എന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ പറഞ്ഞില്ല, 10ാം ക്ലാസ്സുകാർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആരും ചിലപ്പോൾ ഇതിനകത്ത് വരും. ബാങ്ക് റിസർവ്സ് റൈറ്റ് ടു ചേഞ്ച് ദ ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ. ബാങ്കിന് ഇനി ഇച്ചിരൂടെ സ്റ്റെപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ വെറും ടെസ്റ്റ് കണ്ടിട്ട് മാത്രം ഇനി ആളുകളെ എടുക്കണ്ട എന്ന് ബാങ്ക് അങ്ങ് വിചാരിക്കുക. അപ്പോൾ ബാങ്ക് മേ അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ കൺസിഡർ കണ്ടക്ടിങ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ഓർ ഡിസ്ക്രിപ്റ്റീവ്. അവർ ഇനിയൊരു ടെസ്റ്റ് കൂടെ വേണേൽ നടത്തും, ഇല്ല ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അങ്ങോട്ട് നടത്തും. നമ്മൾ മനസ്സിലാവും. ഇതിലിപ്പോൾ ഒരു 100 പേര് പാസ്സായെന്ന് വെക്കുക, 100 പേര്, ഇല്ല 1000 പേര് പാസ്സായെന്ന് വെക്കുക. വേക്കൻസി ആകെ 19 എണ്ണമേ ഉള്ളൂ ഉള്ളേ. നമുക്ക് ഈ 19 പേരെ തിരഞ്ഞെടുക്കണ്ടേ. അപ്പം ബാങ്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു ടെസ്റ്റ് കൂടി ഇടും, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൂടി ഇടും. അതിൽ ചിലപ്പോൾ 40 പേരായിരിക്കും പാസ്സാകും. അത്രമാത്രം ഹൈ കട്ട് ഓഫിലിടും. ദെൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും LPTയും കഴിയുമ്പോൾ അവരിൽ എത്ര പേരെ ശേഷിക്കത്തുള്ളൂ? 19. അവരാദ്യം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അങ്ങ് നടത്തും. എന്താ അറിയോ? എന്നിട്ട് മാത്രമേ അടുത്ത ടെസ്റ്റ് എടുത്തുള്ളൂ. കാരണം വെറുതെ ഡോക്യുമെൻറ്റ് പിന്നെ വെരിഫൈ ഉണ്ടായല്ലോ. LPTയിലും പാസ്സായി, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലും പാസ്സായ നിങ്ങൾ 1000 പേരില്ല, 19 വേക്കൻസി, നിങ്ങൾ 40 പേരാണെന്ന് വെച്ചോ. ആ 40 പേർക്ക് വേണ്ടി വീണ്ടും ഒരു ടെസ്റ്റ് ഇടും. അതിൽ പക്ഷേ 19 പേരെ പാസ്സാകത്തുള്ളൂ.
അതാണ് സിസ്റ്റം. അപ്പോൾ ബാങ്കിന് അങ്ങനെ നടത്താം. റിസർവ് ബാങ്ക് അങ്ങനെയാണ് നടത്തുന്നത്. കൂടുതൽ കട്ട് ഓഫ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ എനി അതർ ഷോർട്ട് ലിസ്റ്റിംഗ് മെത്തേഡ്. സോ ഇങ്ങനെ എന്ത് നടത്തി അവർക്കത് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. സോ ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാം. സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ ടെസ്റ്റ് സാധാരണ ക്ലർക്കിനും പി ഒക്കാരിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഏത് ടെസ്റ്റിലും 4 ഇതാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ജനറൽ നോളജ്, ഒന്ന് മാത്സ്, ഒന്ന് റീസണിങ്. പക്ഷേ പി ഒ ലെവൽ വേറെ, ക്ലർക്ക് ലെവൽ വേറെ. പി ഒ ആണ് ഏറ്റവും ടഫ്, ക്ലർക്ക് അതിലും താഴെ. എന്നാൽ പി യുന് വരുമ്പോൾ അത് എത്രത്തോളം ലാഘവത്തോടായിരിക്കും. കാരണം 10ാം ക്ലാസ്സാണ് ഇത്. സോ അതിന് 10ാം ക്ലാസ്സിൻ്റെ യോഗ്യതയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് നോക്കാം. ടെൻറ്റേറ്റീവ് സ്ട്രക്ചറാണ്. സോ മാറാം എന്നായിരിക്കാം പറയുന്നത്, പക്ഷേ മാറ്റമൊന്നും കാണത്തില്ല. സാധാരണ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ഇതാണ്. നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷിലുള്ള ഇത് ക്ലോസസ്റ്റ്, കോംപ്രിഹെൻഷൻ, അങ്ങനത്തെ ഫില്ലേഴ്സ് കാര്യങ്ങൾ, ജമ്പിൾഡ്, അങ്ങനത്തെ 10ാം ക്ലാസ്സിൽ എന്താണോ നിങ്ങളൊക്കെ പഠിക്കുന്നത് അത്. കാരണം ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിലേക്ക്. സോ അത് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്. ടൈം 20 മിനിറ്റ്, എല്ലാത്തിനും 20 മിനിറ്റാണ്. ജനറൽ അവയർനെസ്, നമ്മൾ ജനറൽ നോളജ് അല്ല, ജനറൽ അവയർനെസ്. സോ കറണ്ട് അഫയേഴ്സും അതിനകത്ത് വരാം. അതിനും 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 20 മിനിറ്റ്. ഇനി എലമെൻ്ററി അരിത്തമെറ്റിക്, നമ്മുടെ ക്ലർക്ക് പി ഒയിൽ കാണുന്നത് QA ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. എന്നാൽ ഇവിടെ എലമെൻ്ററി അരിത്തമെറ്റിക് എന്നാണ് പറഞ്ഞത്. എലമെൻ്ററി അരിത്തമെറ്റിക് മീൻസ് 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടിപ്ലിക്കേഷന്, ഫൗണ്ടേഷനാണ് എല്ലാം, ബോർഡ് മാസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് വരില്ല. ക്വസ്റ്റ്യൻ 25 മാർക്ക്, 20 മിനിറ്റ്. സൈക്കോമെട്രിക് ടെസ്റ്റ്, റീസണിങ്. സൈക്കോമെട്രിക് ടെസ്റ്റ് സാധാരണയുള്ള റീസണിങ്ങിനെക്കാട്ടിൽ എന്തുകൊണ്ട് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, ഇത് ഒരാളുടെ പേഴ്സണാലിറ്റി, നോളജ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കമ്പനീസ് നടത്തുന്ന ടെസ്റ്റാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. അവിടെ പലതരം റീസണിങ് നിങ്ങൾക്ക് കാണാം. ലോജിക്കൽ കാണാം, ഇൻ്റലിജൻസ് റീസണിങ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവർ പിക്ചർ കാണിച്ചും ഒക്കെ നിങ്ങളോട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറയും. അവിടെ നിങ്ങളുടെ പ്യുവർലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അളക്കുന്നത്, നിങ്ങളുടെ സ്കില്ലാണ്, നിങ്ങളുടെ നോളജാണ്. സോ അതിൽ ഒന്നും നമുക്ക് ആൻസർ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുവഴി നിങ്ങളുടെ സ്കോർ കൂടുന്നതാണ് സാധാരണ സൈക്കോമെട്രിക് ടെസ്റ്റ്. പിന്നെ ഇവർ റീസണിങ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന റീസണിങ് ആയിരിക്കും, വിത്ത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുവഴി തന്നെ കുറേ പേരെ അവർക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ജോലിക്ക് യോഗ്യനാണോ അല്ലയോ എന്നവർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുവഴി നിങ്ങൾ ഉത്തരം കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ സ്കോർ കാണിക്കും. നിങ്ങളുടെ സ്കോർ ഇതിന് മേളിലില്ലെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് അർഹനല്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ SBI PO ഒക്കെ ആകുമ്പോൾ അത് അവരുടെ ഇൻ്റർവ്യൂവിന് മുമ്പുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ്. സോ ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ ആളുകളെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. അതായിരിക്കാം മേൽബി ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇല്ല റീസണിങ് ആയിരിക്കാം, ഇല്ല രണ്ടും കൂടെ കമ്പൈൻഡ് ആയിരിക്കും. സോ അതും 25 മാർക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100, ടോട്ടൽ മാർക്സ് 100. ഡ്യൂറേഷൻ ഓരോന്നിനും 20 മിനിറ്റ്. സോ 80. സോ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 20 മിനിറ്റ്. അതാണ് എക്സാമിൻ്റെ രീതി അതിനകത്ത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈച്ച് കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം സ്കോർ അല്ലെങ്കിൽ കട്ട് ഓഫ് ഇൻ ഈച്ച് സെഷൻ ഓഫ് റിട്ടൺ ടെസ്റ്റ്. ഓരോ സെഷനും കട്ട് ഓഫ് ഉണ്ട്. SSC പോലാണെന്ന് ഒരിക്കലും കരുതരുത്, മൊത്തം കൂടെ ഒരു കട്ട് ഓഫ് മതി. അങ്ങനല്ല, നിങ്ങൾ ഓരോന്നിനെയും പരിഗണിക്കണം. ഓരോന്നിനും നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. അതുകൂടാതെ ആസ് വെൽ ആസ് എ മിനിമം സ്കോർ ഇൻ ദ ടോട്ടൽ സ്കോർ ഓഫ് 100 ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ഫർദർ സെലക്ഷൻ. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കട്ട് ഓഫ് 4 മാർക്കാന്ന് വെക്കുക, നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടി. ജനറൽ അവെയർനെസ് 2 മാർക്കാന്ന് കിട്ടുക, നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടി. ദെൻ അരിത്തമെറ്റിക്ക് കട്ട് ഓഫ് 4 മാർക്കാണ്, നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടി. റീസണിങ് കട്ട് ഓഫ് 4 മാർക്കാണ്, നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടി. നിങ്ങളോർക്ക് നിങ്ങൾ ജയിച്ചെന്ന്. ടോട്ടൽ സ്കോർ നോക്കുക, 14, 10, 24, 8, 32. ഇത് കൂടാതെ ഈ ടെസ്റ്റിനൊരു ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. അത് ചിലപ്പോൾ 50 ആയിരിക്കാം. പക്ഷേ നിങ്ങൾ എത്രയിലെത്തിയുള്ളൂ? 14, 10, 24, 8, 32. അപ്പോൾ ഇതാണ് കുഴപ്പം. നിങ്ങൾ സെഷൻ വൈസ് ഹൈ മാർക്ക് മേടിക്കുക, എല്ലാം പാസ്സാകുക, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ കട്ട് ഓഫ് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം ബാങ്കിനുണ്ട്. സോ അത് നിങ്ങൾ ഓർത്തോളുക. ദെൻ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മോഡ് ഓഫ് എക്സാമിനേഷൻ കണ്ടു,
എങ്ങനെയാണത് നിങ്ങളെ ചതിക്കുന്നതെന്ന് മനസ്സിലായി. നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ പോരാ. നിങ്ങൾ മേ ബി ഇംഗ്ലീഷ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ അത് ക്ലോസ് ആവും. ഇംഗ്ലീഷ് മാത്രം മാർക്ക് മേടിച്ചിട്ട് കാര്യമില്ല. ഈ 4 സെഷനും നിങ്ങൾ നോക്കണം. 4 സെഷനും നല്ല മാർക്ക് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കട്ട് ഓഫ് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിനകത്തെ ഓരോ സെൻറ്റൻസും വായിച്ചോണം. നിങ്ങളെ ചതിക്കുന്ന പലതും ഇതിനകത്ത് കാണും. ബാങ്ക് റിസർവ്സ് the right to modify the structure of the examination, including addition, substitution by the way of descriptive test case study, which will be intimated through its website. അതായത് ബാങ്ക് എപ്പോൾ വേണമെങ്കിൽ, ഇത് മാത്രമല്ല, ഇത് ടെൻറ്റേറ്റീവ് ഓൺലൈൻ ടെസ്റ്റാണ്. ഇത് മോഡല്ലാതെ ഒരു ഡിസ്ക്രിപ്റ്റീവും കൂടെ കൊണ്ടുവരുവാന്ന് വെച്ചോ, അത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കി അറിഞ്ഞോണമെന്നാണ് പറഞ്ഞത്. അവരെപ്പോൾ വേണമെങ്കിലും അത് മാറ്റാം, മെയിനാണ്. സോ ഡേറ്റ് പുറകെ വരും. സോ ഇനി താഴെ കാണുന്നത് ലിസ്റ്റ് ഓഫ് വെർഷൻ ഓഫ് ടെസ്റ്റ്. അതായത് നിങ്ങളുടെ സ്റ്റേറ്റിൽ ഏതൊക്കെയായിരിക്കും മോഡ് ഓഫ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഏതൊക്കെ ലാംഗ്വേജിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം മലയാളമായിരിക്കും ഇതെങ്കിൽ മലയാളത്തിൽ എഴുതാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അയച്ചുകൂടെ ഇതെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദി എഴുതാം. കാരണം ഹിന്ദി ഒരു രാഷ്ട്രഭാഷ ആയതുകൊണ്ട് കേരളത്തിൽ അത് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഇതിൽ ഇവിടെയൊക്കെ ഓരോരുത്തരുടെ മീഡിയം ഓഫ് എക്സാമിനേഷനാണ്. ശരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം അവരുടെ ലോക്കൽ ലാംഗ്വേജ് എന്താണ്. മനസ്സിലായോ? കേരള കണ്ടില്ലേ, മോഡ് ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഈ 3 ഇതും തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ടെസ്റ്റിലേക്ക് വരുമ്പോൾ 3 എണ്ണം തിരഞ്ഞെടുക്കാം. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് തിരഞ്ഞെടുക്കുക, പിന്നെ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരും. 3 എണ്ണം അവർ റെഡിയാക്കി വെച്ചിരിക്കും. നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം. നിങ്ങൾ നോക്കിയേ, കർണാടകയിൽ കന്നഡ, പിന്നെന്താ ജമ്മു ആൻഡ് കാശ്മീർ, അങ്ങനെ ഓരോ ഇതിലൊക്കെ അവരുടെ ലോക്കൽ ലാംഗ്വേജ്. സോ ഇതിലൊക്കെ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. നമുക്ക് അടുത്ത് നോക്കാം. നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം, അതാണ് അടുത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വാലിഡ് കാൾ ലെറ്റർ. അവർ കാൾ ലെറ്റർ തരും. അതനുസരിച്ച് ആ ഡേറ്റിൽ ആ ടൈമിൽ അവിടെ എത്തണം. ഫോട്ടോ ID പ്രൂഫ്, നിങ്ങളുടെ ആധാർ കാർഡ്. ഇതിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കാണുന്ന, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ കാണുന്ന സെയിം നെയിമിലായിരിക്കും ഹാൾ ടിക്കറ്റ് വരുന്നത്. അതേ നെയിമുള്ള ID കാർഡ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം പലർക്കും പറ്റുന്ന ഇതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡിൽ അവരുടെ പേര് വേറെ ആയിരിക്കും, ഒരു ഇനിഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് വലിയ കുഴപ്പമില്ല, നമ്മൾ കയറി ചെല്ലും, പക്ഷെ നിങ്ങളെ അവർ കേട്ടില്ല. അപ്പോൾ ആധാർ കാർഡിലല്ല, ഇതേ ആധാർ കാർഡിലുള്ള അതേ പേര് കൊടുക്കാൻ ശ്രമിക്കുക ആപ്ലിക്കേഷൻ ഫോമിൽ. അപ്പോൾ അത് കൂടുതൽ എളുപ്പമായിരിക്കും. ദെൻ 1 അഡീഷണൽ ഫോട്ടോഗ്രാഫ്. അതായത് നിങ്ങൾ ഈ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും, അതേ ഫോട്ടോ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളിതിലേക്ക് വരുമ്പോൾ. ദെൻ ഇതാണ് പലർക്കും ഉള്ളത്. കാൻഡിഡേറ്റ്സ് റിപ്പോർട്ടിംഗ് ലേറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ടേക്ക് ദ എക്സാമിനേഷൻ. ജീവിതത്തിൽ നല്ല ഡിസിപ്ലിൻ ഉള്ളവർക്കും വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിനേക്കാൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ സമയത്തിന് ചെല്ലുക, അതെപ്പോഴും ഓർക്കുക. സോ ലേറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് ദെൻ കാൾ ലെറ്റർ ഫോർ ഓൺലൈൻ ടെസ്റ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് എക്സാമിനേഷൻ വെന്യൂ. ഇറ്റ് വിൽ ബി ഡ്യൂലി ഓതൻറ്റിക്കേറ്റഡ് സ്റ്റാമ്പ് ബൈ എക്സാം സെൻറ്റർ. അതായത് അവരത് മേടിച്ചിട്ട് അവരതിൻ്റെ സീലടിച്ച് തരും. അത് സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ അത് വേണ്ടി വരും. അതാണ് പറഞ്ഞത്. ദെൻ പരീക്ഷ എഴുതുന്നതൊക്കെ പറഞ്ഞു. നമുക്ക് പെനാൽറ്റി ഉണ്ടോ എന്ന് നോക്കാം. അതിനകത്ത് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ക്യാരി 0.25. അതായത് ഒരു തെറ്റിന് 0.25 കുറയ്ക്കും, 1/4 മാർക്ക് കുറയ്ക്കും. അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഇതൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഓരോ സംസ്ഥാനത്തിൻ്റെ ഇതാണ്. നമ്മുടെ ഇതിനകത്തൊന്നും കാണുന്നില്ല. സോ നമുക്ക് നോക്കാം. കൊച്ചി. സോ കൊച്ചി ഒരു സെൻറ്ററാണ് നമ്മുടേത്. ദെൻ തിരുവനന്തപുരം, പിന്നെ ആരുണ്ട്? കോഴിക്കോട്. സോ നമ്മളത് കണ്ടു. ഇനി നമുക്ക് കണ്ട കട്ട് ഓഫ് സ്കോർ. കട്ട് ഓഫ് സ്കോർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം സ്കോർ ഇൻ ഈച്ച്. നമ്മൾ കണ്ടു മിനിമം ടോട്ടൽ സ്കോർ ഇൻ ദ ഓൺലൈൻ ടെസ്റ്റ്. ഇനി ഞാൻ പറഞ്ഞു ഓരോ വേക്കൻസിയിലെ ഓരോ സ്റ്റേറ്റിലെയും നമ്പർ ഓഫ് വേക്കൻസി നോക്കിയിട്ടായിരിക്കും അവർ എത്ര വേണമെന്നുള്ളത് നോക്കുന്നത്. അതിനകത്ത് കട്ട് ഓഫ് നോക്കി ടോട്ടൽ മാർക്ക് നോക്കി ഇത് ചെയ്തു. സ്റ്റേറ്റ് വൈസ് ആൻഡ് കാറ്റഗറി വൈസ് മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദ ഫൈനൽ സെലക്ഷൻ. ദെൻ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഓൺലൈൻ ടെസ്റ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ ഫൈനൽ സെലക്ഷൻ. നിങ്ങളുടെ LPT ക്വാളിഫയിങ് ആണ്, അതൊരിക്കലും ഇതിനേക്കുള്ള ഇതല്ല. പക്ഷേ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനും പറ്റില്ല. സോ ഓൺലൈൻ ടെസ്റ്റാണ് എപ്പോഴും ഇത്. പക്ഷേ അതിൻ്റെ കൂടെ LPT പാസ്സാവുക എന്നുള്ള കാര്യമുണ്ട്. ഇൻ കേസ് നിങ്ങളിത് ശ്രദ്ധിക്കണം. അതിനകത്ത്
In case more than one candidate scores the cut-off marks, such candidates will be ranked according to their age in descending order. ഇത് പലർക്കും അറിയാത്തൊരു കാര്യം. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് രണ്ടുപേർക്കും ഒരേ കട്ട് ഓഫാണ്, ഒരേ മാർഗ്ഗമാണ്. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? അപ്പോൾ അവർ നിങ്ങൾ ആർക്കാണോ പ്രായം കൂടുതൽ അയാളെ തിരഞ്ഞെടുക്കും. മനസ്സിലായോ? സോ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. കാരണം അവർക്ക് ഇനി ചാൻസുകൾ കുറവാണല്ലോ എന്ന് കണ്ടിട്ടാണ് ഈ പിഒയുടെയൊക്കെ സെലക്ഷൻ അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിനകത്ത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം? കാൻഡിഡേറ്റ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി ബിയറിംഗ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് കാർഡ്, അങ്ങനെ എന്തെല്ലാം ആ ലിസ്റ്റുകളാണ് ഇതുള്ളത്. പിന്നെ ഐറിസ് സ്കാന്, ബയോമെട്രിക് സ്കാനൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൗ ടു അപ്ലൈ. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയിൽ കരിയർ HTML കയറുക. ദെൻ അവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ളവരാണ്, പുതിയ കുട്ടികൾക്ക് മാത്രമേ ഇതിനകത്ത് ഇതുള്ളൂ. അതിനകത്ത് ദെൻ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു അപ്ലൈ ഓൺലൈൻ, ദെൻ റിക്വയർഡ് ടു ഹാവ് എ വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID ആൻഡ് കോൺടാക്ട് നമ്പർ. നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മെയിൽ IDയും കോൺടാക്ട് നമ്പറും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ഇതൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്, ആപ്ലിക്കേഷനിലേക്ക് ഉള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് ഇതൊക്കെയുള്ളൂ. നിങ്ങൾക്ക് അറിയേണ്ടത് എലിജിബിലിറ്റി, ഏജ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എന്താണ് ഒരു സ്റ്റേറ്റിലുള്ള നിങ്ങളുടെ വേക്കൻസി. കേരളത്തിലെ വേക്കൻസി നിങ്ങൾ കണ്ടു, 19 നമ്മുടെ വേക്കൻസി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10ാം ക്ലാസ് പാസ്സാണോ, നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണിത്. പക്ഷേ നിൻ്റെ കൂടെ മത്സരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും, അവരൊക്കെയും ട്രെയിനിങ് എടുത്ത ആൾക്കാരായിരിക്കും. സോ 100 ഇതുണ്ടെങ്കിൽ 100 മാർക്കാണ് ടോട്ടലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് 80-ൻ്റെ 85-ൻ്റെ ഇടയ്ക്ക് വരും അതിൻ്റെ കട്ട് ഓഫ്. ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയാൽ അതിനകത്ത് അതില്ലെങ്കിൽ നമുക്ക് സൈക്കോമെട്രിയുടെ ഒന്നും കാര്യം അറിയില്ല എന്നിരുന്നാൽ പോലും അല്ലാത്ത റീസണിങ്ങും മാത്സും ഒക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്യും കുട്ടികൾ. അപ്പോൾ ആ ഒരു ഇതിലേക്കായിരിക്കും പോകുന്നത്. കാരണം 19 വേക്കൻസിയുള്ളൂ. അപ്പോൾ അതിന് മാത്രം ഹൈ ആയിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. സത്യം പറഞ്ഞാൽ നിങ്ങളെ സൂചിപ്പിച്ച് ഒത്തിരി പേര് പറയുന്നുണ്ടായിരിക്കും 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ ചാൻസാണ്. ആക്ച്വലി ഇത് ഡിഗ്രിക്കാരും PG കാരും ഇതിനായിട്ട് ട്രെയിനിങ് എടുത്തിട്ടിരിക്കുന്ന ആൾക്കാർ അവർക്കൊരു വേക്കൻസി ആയിട്ട് ഇതിനെ കാണും. അതെപ്പോഴും ഓർത്തോളുക. സോ നല്ല ട്രെയിനിങ് എടുത്തവർ എപ്പോഴായാലും നല്ലൊരു പെർഫോമൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ്, നിങ്ങളുടെ ബാങ്കിലേക്കുള്ള ചവിട്ടുപടിയാണ്. മേ ബി നിങ്ങൾക്കൊരു PO ക്ലർക്ക് കിട്ടാനുള്ള യോഗ്യതയില്ലായിരിക്കും. യോഗ്യത മീൻസ് നിങ്ങളുടെ പഠിത്തം അത്ര ആയില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പിയൂൺ കിട്ടും. ആ പിയൂൺ കിട്ടിയാൽ നിങ്ങൾക്ക് ഉയർന്നു പോകാം അവിടുന്ന്. കാരണം നിങ്ങൾക്ക് വേക്കൻസി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. അപ്പോൾ നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയുടെ നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക. ഗ്രാബ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അതിനായിട്ട് ഇപ്പോഴേ നോക്കുക. ഡേറ്റുകൾ വന്നിട്ടില്ല, പക്ഷേ ഡേറ്റുകൾ വന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചുരുണ്ടിരിക്കാൻ പറ്റില്ല. ഉണർന്നെഴുന്നേൽക്കുക. നിങ്ങൾക്കുള്ള മണി അടിച്ചു കഴിയും. നമുക്ക് RRB POയും ക്ലർക്കിനും മുമ്പുള്ള ഒരു വേക്കൻസി എന്ന് കരുതിയാൽ മതി. തൊട്ടുപുറകെ വേറെ വേക്കൻസികൾ വരുന്നുണ്ട്, PO വേക്കൻസിയൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി വരാം. പക്ഷേ അതിനു മുമ്പ് ഇതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് കയറിപ്പോകാനൊരു ചാൻസ് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണോ, മേ ബി നിങ്ങൾക്കൊരു ചാൻസ് ആയിരിക്കാം. എന്താണേലും നല്ലപോലെ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ ലോകത്ത് എന്തും കിട്ടും. നമ്മളെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടാകുക. സെൽഫ് കോൺഫിഡൻസ്, എന്നെക്കൊണ്ടത് പറ്റും, എന്നെക്കൊണ്ടത് ഗ്രാബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊടുക്കുക. അത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടാകട്ടെ, അർജുണ്ടാകട്ടെ. അതിന് കോമ്പസ് അക്കാഡമി നിങ്ങളെ സഹായിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. ആയെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥനാകും. അപ്പോൾ ഞാൻ പതുക്കെ പോകുന്നു. സൈനിങ് ഓഫ്, ടോബി ശരത് തോമസ്.